Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer Good afternoon, ma'am. Good afternoon. Prayer കഴിഞ്ഞോ? Prayer thought for the day. Please. ആരും മിണ്ടുന്നില്ലല്ലോ, കഴിഞ്ഞില്ല? Anyone please? Prayer കഴിഞ്ഞോ അതോ നമുക്ക് ചെയ്യണോ? കഴിഞ്ഞിട്ടില്ല? What happened? ആരെയും പറയുന്നുണ്ട്, ഞാൻ കേൾക്കാത്തതാണ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. ഞാൻ വരാൻ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ലീഡ് ചെയ്യാട്ടോ ക്ലാസ്. പ്രേയർ ചെയ്യാം. തോട്ട് ഫോർ ദ ഡേ. ഓക്കെ പ്ലീസ്. എന്താണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ? ഞാൻ ചെയ്യാമോ? സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. താങ്ക് യു മാം. ഓക്കെ പ്രിയ, നൈസ്. ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? തോട്ട് ഞാൻ പറയാം മാം. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. ബൈ ഗാന്ധിജി. ഓക്കെ, സോ ഞാൻ വരാൻ ലേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. തോട്ട് ഫോർ ദ ഡേ, സൈൻ ഇൻ എല്ലാം ചെയ്യാട്ടോ. അത് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ആരും ഒന്നുമില്ല, എല്ലാവരും ഈക്വൽ ആണ്. ഒരു വൺനെസ്, ഒരു വി ഫീൽ. ഓക്കെ ഫൈൻ. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ക്ലാസ് ഏതായിരുന്നു? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. അതില് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് വരെ എടുത്തു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, 8ന്റെ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ളത് ലാസ്റ്റ് സാറ്റർഡേ ആയിരുന്നു. 9ന്റെ കമ്മിങ് സാറ്റർഡേ 23rd. അപ്പോ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഓണത്തിന് ശേഷം വരും. ഓക്കെ, അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നോളൂ. എന്തായാലും 1 വീക്ക് ബിഫോർ അറിയിക്കും. കാരണം
ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഓണത്തിന്റെ ആ തിരക്ക് കഴിഞ്ഞിട്ടാവും, അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഓക്കെ, ഞാനിങ്ങനെ വാട്സാപ്പിലെ ചില ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോ ഒരു മെസ്സേജ് കണ്ടതൊന്ന് ഷെയർ ചെയ്തെന്ന് വിചാരിക്കും കേട്ടോ. ജോയ് വടക്കുംപാട്ടിന്റെ ഒരു കവിത ഇസ്തിരിപ്പെട്ടി എന്ന പേര്, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിന്നെ സുന്ദരനാക്കാൻ ഒരു ജന്മം മുഴുവൻ ഞാൻ തീ തിന്നു, തീ തിന്നതിലല്ല എന്റെ വിഷമം, പിന്നെയും പിന്നെയും നീ മുഷിയുന്നതിലാണെന്റെ ഉള്ളു പൊള്ളുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി, അപ്പൊ നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അല്ലെ. നമ്മുടെ ഹൃദയം അത് ഭയങ്കരമായി പ്യൂരിഫൈഡ് ആകേണ്ടതുണ്ട്. നമ്മൾ എത്രയൊക്കെ ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയാലും നമ്മുടെ ഹൃദയത്തിൽ ഒരു നന്മയുടെ ഒരു അംശമെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാണോ എന്നൊരു സംശയം വരും. ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും, അത് കേടുവന്നാൽ ശരീരം മുഴുവൻ കേടാവും, അതത്രേ ഹൃദയം. വളരെ കുറച്ച് സെന്റൻസുകളെ ഉള്ളൂടെ, പക്ഷെ എത്ര ഭംഗിയായിട്ട് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയം പ്യൂരിഫൈഡ് ആയിരിക്കും. നമ്മളുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കരാണ്, പ്യുവർ സോൾസ് ആണ്, അവരുടെ ഒരു പ്യൂരിഫൈഡ് ഹാർട്ടാണ്. അപ്പൊ ആ ഹൃദയത്തിന്റെ നന്മ ജീവിതകാലം മുഴുവൻ അവർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആയിരിക്കണം. നമ്മൾ എത്രത്തോളം പ്യൂരിഫൈഡ് ആകാം അത്രത്തോളം നമ്മൾ പ്യൂരിഫൈഡ് ആയിരിക്കണം. വായിച്ചപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസോ ഇതായിരുന്നു പറഞ്ഞേ? അത് കഴിഞ്ഞ് മിസ്, ഇനി അടുത്ത ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് പറഞ്ഞപ്പോഴാണ് തോന്നുന്നു നമ്മുടെ റെക്കോർഡ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ഒരു ഓർമ്മ, ആ റെക്കോർഡൊക്കെ എന്തിനാ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മ. ലൈക്ക് നമ്മളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അത് ഡെവലപ്പ് ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളിൽ അവർക്കും അത് ഡെവലപ്പ് ആകാനായിട്ട് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അവരുടെ പൊട്ടൻഷ്യൽ ഉള്ളത്. ഓക്കെ, സോ ഞാൻ ഷെയർ ചെയ്യാം. വായിച്ചിട്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നോ പ്രോബ്ലം, റീഡ് ചെയ്യാം. ശരിക്കും 8 ബാച്ച് ആണ്. റീഡ് ചെയ്തിട്ട് വരാൻ പറ്റിയോ? സമയം കിട്ടിയോ? ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, ഡിഫറെന്റ് ലെവൽസ് കണ്ടു. കുട്ടികള് വർക്ക് ആക്ടിവിറ്റി ചെയ്യുന്നത്, അവര് ഗെയിം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്, അവര് ത്രൂ അവരുടെ കൺസ്ട്രക്റ്റീവ് വർക്കാണ്, അവർ തന്നെ ബിൽഡ് ആകുന്നു അതിലൂടെ. അതുപോലെ അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു, അവർ ഇൻഡിപെൻഡന്റ് ആകും, അവർ നല്ല പോലെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, അവർക്ക് തടസ്സങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് സമ്മതിക്കുമ്പോൾ അവരുടെ പവർ ഓഫ് അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ അവരുടെ സെൽഫ് ഡെവലപ്മെന്റ് ഓഫ് വിൽ, സെൽഫ് ഡെവലപ്പ് ചെയ്യും. അത് പല സ്റ്റേജസ്, 3 സ്റ്റേജസിലൂടെ ആ ഡെവലപ്മെന്റ് നടന്നു. ആ ഒരു സെൽഫിന്റെ ഡെവലപ്മെന്റ്, സെൽഫ് കൺസ്ട്രക്ഷൻ 3 സ്റ്റേജിലൂടെ നടന്നു. അവരുടെ സെൽഫ് റിപ്പീറ്റേഷൻ, അവർ ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ആക്ഷന്റെ, അവരുടെ ബോഡിയുടെ കൺട്രോൾ കിട്ടും. അതിനുശേഷം അതിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യിക്കുമ്പോൾ അവരിൽ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യും. നമ്മൾ പേടിപ്പിക്കുകയൊന്നും വേണ്ട, അവര് ഒബീഡിയന്റ് ആകും. റിപ്പീറ്റേഷൻ, ത്രൂ റിപ്പീറ്റേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ദെൻ ഒബീഡിയൻസ്. അങ്ങനെ 3 സ്റ്റേജസ് അങ്ങനെ നമ്മൾ പറയും അവരുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നതിന്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. ഓക്കെ, ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാകാനായിട്ടൊക്കെ സാധിക്കും. ആ ഒരു ആളിന്റെ ഒരു ബുദ്ധി വൈഭവം എന്നൊക്കെ പറയുന്ന പോലെ.
നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതില് ആ ഒരു പേജിൽ കാണുന്ന ആ ഒരു ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നില്ലേ, ദ ചൈൽഡ് ഷുഡ് ബി എക്സ്പോസ് ടു റിയാലിറ്റി, അവിടെ വരെ ഒന്ന് റീഡ് ചെയ്യാമോ ആരെങ്കിലും? വായിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു, എന്നാലും ചിലപ്പോൾ ആർക്കെങ്കിലും പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് നോക്കാം. പ്ലീസ്. ഞാൻ റെഡിയാണ്. ഒരു മിനിറ്റ്. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develops as his mental abilities are developed through his experiences as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing processes necessary for creative endeavors. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. ആ പേജ് തീരുന്നവരെ വായിച്ചോളൂ. Okay. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decisions, and opens to truth and reality. The child should be exposed to reality. Okay. So, development of imagination and creativity. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴേക്കും ഈ കുട്ടികൾ ഓരോ കാര്യം പറയുമ്പോൾ ഇലാബറേറ്റ് ചെയ്ത് ഭയങ്കര കഥ പറയണ പോലെ പറയും അല്ലെ. ഫോർ എക്സാമ്പിൾ, റബ്ബർ കളഞ്ഞു പോവുക അല്ലെങ്കിൽ പെൻസിൽ കളഞ്ഞു പോവുക, അത് സ്ഥിരമാണ് നടക്കുന്നത്. അത് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കഥകള് ഭയങ്കര ഇമാജിനേഷൻ ആയിരിക്കും ആ ഒരു കഥകളല്ലേ. അപ്പൊ അത് നമുക്ക് അവരുടെ പിന്നീടുള്ള അവരുടെ അക്കാദമിക്കിലും അവരുടെ അടുത്ത പെർഫോമൻസുകളിലൊക്കെ ഈ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ല രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഇൻബോൺ പവേഴ്സ് ഉണ്ട് കുട്ടികളിൽ. കുട്ടിയുടെ മെന്റൽ എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടി വളരുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലൂടെയാണ് ഈ മെന്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കുട്ടിക്ക് എൻവയോൺമെന്റിലെ പുറത്തുള്ള കാഴ്ചകൾ അവന്റെ കണ്ണിലൂടെ കാണുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഗ്രോത്ത് അവന്റെ ആ മെന്റൽ എബിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കുട്ടിയെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് വിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുട്ടിയെ കണക്ട് ചെയ്ത് വിടുന്നതെല്ലാം ബ്യൂട്ടിഫുൾ, ഹാർമോണിയസ്, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കണം. ഫേക്ക് ആയിട്ടുള്ളതോ ഫാന്റസിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. കുട്ടി എന്തൊക്കെയാണോ കാണുന്നത്, കേൾക്കുന്നത്, അതെല്ലാം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ക്രിയേറ്റീവ് ആകാനായിട്ട് 3 ക്വാളിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഡെവലപ്പ് ചെയ്യേണ്ടത് 3 ക്വാളിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടിക്ക് പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ അവനില് പവർ ഓഫ് അറ്റൻഷനും അതുപോലെ തന്നെ കോൺസെൻട്രേഷനും വരും. പിന്നെ അതുപോലെ ഓട്ടോണമി, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഓട്ടോണമി, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരാളല്ല, അവൻ തന്നെ തീരുമാനിക്കുക. ജഡ്ജ് ചെയ്യുന്നത് അവനായിരിക്കും, അനലൈസ് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത് അവനായിരിക്കും. എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്ത ആക്ടിവിറ്റി ശരിയായില്ല, അവന് മനസ്സിലായി എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ആരും പുറത്തൊന്നും പറയുന്നില്ല തെറ്റിപ്പോയി, അങ്ങനെയല്ല, നീ ചെയ്തത് ശരിയല്ല, നീ ചെയ്തത് ശരിയാവില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കുട്ടി തന്നെ മനസ്സിലാക്കുക ഞാൻ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, ചെയ്ത് അവനത് കറക്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ജഡ്ജ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ജഡ്ജ്മെന്റും അവൻ തന്നെയാണ്. ഈ 3 ക്വാളിറ്റീസ് ആണ് ടു ബി ക്രിയേറ്റീവ് ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ക്രിയേറ്റീവ് ആകാനായിട്ട്. ഈ ക്രിയേറ്റിവിറ്റി പിന്നീട് നമുക്ക് കാണാൻ എന്തെങ്കിലും സയൻസ് എക്സിബിഷൻ ഒക്കെ നടത്തുമ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര ഐഡിയാസ് വരും.
അപ്പൊ അതിന് ചെറുപ്പത്തിലെ അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെ റിയാലിറ്റിയുമായിട്ട് നമ്മൾ കണക്ട് ടു ഫാക്ട്, യാഥാർത്ഥ്യം ശരിയായതും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കും. കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് റിയൽ വേൾഡുമായിട്ട് എക്സ്പോസ് ചെയ്യണം, കണക്ട് ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നെക്സ്റ്റ് പേജില് 2 പാരഗ്രാഫ്സ് വായിക്കാം. Yes. Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of concrete stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting the products of past experience. Montessori did not like the children being exposed to fantasies, as she believed fantasies are unreal, aimless, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. Dr. Montessori says imagination can have only a sensory basis. The sensory education which prepares for the accurate perception of the different details and the qualities of the things is therefore the foundation of the observation of things and of the phenomena which present themselves to our senses, and with this it helps us to collect from the external world the materials for the imagination. ഓക്കെ, ഈ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി നമ്മൾ പറയുമായിരിക്കും, ഓ ഇത് എന്തിനാ ഒരു ഇമാജിൻ ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അസംഷനിലൂടെ പല കാര്യങ്ങളും പ്രൂവ് ചെയ്യാറുണ്ടല്ലേ, അസംഷൻ അല്ലെ. ആ ഒരു ഇമാജിനേഷൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ ഇമാജിനേഷൻ പെർസെപ്ഷൻ എന്താണ് മീനിങ് വരുന്നത്? കാഴ്ചപ്പാട്, നമ്മൾ നോക്കി കാണുന്നത്, വ്യൂസ്, അവർ ഓൺ വ്യൂസ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ കാണുന്നത് അല്ലെ. ലൈക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആനയെ കാണാൻ പോയ കണ്ണ് കാണാത്തവരുടെ ഒരു അവസ്ഥ. ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ഓരോന്നായിരുന്നു. അവർ ഫീൽ ചെയ്തത് വെച്ചിട്ടാണ് അവരവരുടെ പെർസെപ്ഷൻ പറഞ്ഞത് അല്ലെ. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ചിലപ്പോൾ ഓരോ കാര്യങ്ങളിലും വ്യത്യാസമായിരിക്കും, അവർ ഓൺ വ്യൂസ്. ഇതുപോലെ ഇപ്പൊ ഒരു കാര്യം കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആ ഇംപ്രഷൻ വരുവാണ്, അതിന്റെ ഓരോ മെന്റൽ ഇമേജസ്, അവര് ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ്. ഈ കോൺക്രീറ്റ് അബ്സ്ട്രാക്ട് എന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് കോൺക്രീറ്റ് ഐഡിയാസ് ആണ് ഇവർക്ക് ചെറുപ്പത്തിലേ മനസ്സിലാവുള്ളൂ. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്. അങ്ങനെ അല്ലാതെ അവരോട് ഇപ്പൊ ചെറിയ കുട്ടികളോട് 1ാം ക്ലാസ്സിലോ KG ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് എന്താ പറയാ, നാളെ തുടങ്ങിയിട്ട് സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പക്ഷെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അതേസമയം അഡോളസൻസ്, വലിയ കുട്ടികളുടെ അടുത്ത് 6, 7 സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ വാട്ടർ സോഴ്സസ് ഒക്കെ നിന്ന് പോകും, കടലൊക്കെ വറ്റിപ്പോകും. സോ എന്ത് സംഭവിക്കും, അവർ അസ്യൂം ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയെ പറ്റി അവർ ആലോചിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ചെറിയ കുട്ടികൾക്ക് എപ്പോഴും കോൺക്രീറ്റ് ഐഡിയാസേ ഉള്ളൂ. അബ്സ്ട്രാക്ട്, കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്, തൊടാൻ പറ്റാത്തതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതായത് ഇപ്പൊ കൊച്ചു കുട്ടികളുടെ നീളം കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനറിയില്ല. നീളം, ലെങ്ത് കൂടിയത്, ലെങ്ത് കുറഞ്ഞത് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മൾ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. 2 സ്റ്റിക്ക് എടുക്കുക, ഒരെണ്ണം ലെങ്ത് കുറഞ്ഞത്, ഒരെണ്ണം ലെങ്ത് കൂടിയത്. അപ്പൊ നമുക്ക് ലെങ്ത് കൂടിയത് കുറഞ്ഞത് എന്നുള്ള ഐഡിയ അങ്ങനെ കുട്ടിക്ക് കിട്ടും. അത് കാണിക്കും. വലിയ സ്കെയില്, ചെറിയ സ്കെയില് അല്ലെ, അപ്പൊ അത് കാണിക്കാൻ പറ്റും. പിന്നെ വെയിറ്റ് ഉള്ളത്, വെയിറ്റ് കുറഞ്ഞത്, അതും അവർക്ക് അറിയില്ല. അവരത് പിടിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് ഇതിന് വെയിറ്റ് കൂടുതൽ, ആ കൺസെപ്റ്റ് അവർക്ക് വരുന്നത്. പക്ഷെ വലിയ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇമാജിനേഷൻ, അവർക്ക് ഒരു മെന്റൽ ഇമേജ് വരും. അതിലേക്ക് കുഞ്ഞുങ്ങൾ എത്താൻ, അങ്ങനെ വലുതാകുമ്പോൾ അവർക്ക് അസംഷനിലൂടെയും അബ്സ്ട്രാക്ട് ഐഡിയാസിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ചെറുപ്പം തുടങ്ങിയുള്ളവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. അത് മെന്റൽ എബിലിറ്റി ആണ്, ക്രിയേറ്റ് ഒറിജിനൽ ഇമേജസ് ആൻഡ് കൺസെപ്റ്റ്സ്. ഈ പണ്ടൊക്കെ എക്സാമിന് പഠിക്കുമ്പോഴേ, അത് സ്കൂളിലാണെങ്കിലും കോളേജിലായിരുന്ന സമയത്തും ചില
ഇമേജ് നിങ്ങൾ ഓർക്കാനായിട്ട് നമ്മൾ ചില ടിപ്സ് ഒക്കെ വെച്ചിട്ട് ആ ഇമേജ് ഇങ്ങനെ ഓർത്ത് വെക്കും അല്ലെ. അപ്പൊ നമ്മള് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു മെന്റൽ ഇമേജ് അങ്ങ് തെളിയും. ആ ഒരു പേജില് ഈ സൈഡിലൂടെ ഇങ്ങനെ വരച്ചു, ഇതിവിടെ മാർക്ക് ചെയ്തു, പിന്നെ ആ പേജ് നമ്പർ, അതിന്റെ ഡീറ്റെയിൽസ് താഴെ, ഹെഡിങ്, അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഓർമ്മയിൽ വരുമല്ലേ. അപ്പൊ അത് നമ്മുടെ ഒരു ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ ചെറുപ്പം മുതലേ നമ്മൾ അത് ബൂസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലാണ്. ചിലര് പറയും എത്ര പഠിച്ചിട്ടും ഈ എക്സാമിന് ആ പിക്ചർ ഓർത്തെടുത്ത് ഞാൻ പലതവണ വരച്ചു നോക്കിയത് ഓർത്തെടുത്ത് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. ചില കുട്ടികളോട് ചെറുപ്പത്തിലെ അവരുടെ ഇമാജിനേറ്റീവ് പവർ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ റബ്ബർ കളഞ്ഞുപോയി ക്ലാസ്സിൽ, കുട്ടി വന്ന് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കഥ പറയുക. കാരണം പണിഷ്മെന്റ് മേടിച്ചിട്ടായിരിക്കും കേട്ടോ കഥ പറയുന്നത്. അപ്പൊ നമ്മൾ അവരെ ഷൗട്ട് ചെയ്ത് പീഡിപ്പിച്ച് ഇത് നീ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടി ആകെ പേടിച്ചു പോകും. പിന്നെ ഒരിക്കലും അതിനൊരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി അത് വരില്ല. അങ്ങനെ ചെറുപ്പത്തിൽ ഏതെങ്കിലും രീതിയിലൊരു ഒരു അറസ്റ്റ്, അതായത് അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ചിന്തിക്കാൻ പറ്റില്ല. ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ഇങ്ങനെ വരണം ഇങ്ങനെ വരണം. ഞങ്ങൾക്ക് എക്സാമിന് മോണ്ടിസോറി എക്സാമിന് ഞങ്ങൾക്ക് തിയറി ആയിരുന്നല്ലോ. എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അറിയില്ല എങ്ങനെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നൊന്നും അറിയില്ല, ആ രീതിയിലാണ് പോകുന്നത്. അന്ന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു മോണ്ടിസോറി സ്കൂള് ഡിസൈൻ ചെയ്യും, അതിന്റെ ലേ ഔട്ട് ഡിസൈൻ ചെയ്യും. സിവിൽ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്റ്റോ ഒന്നും അല്ലല്ലോ ഈ പറയുന്ന ഇത് വരയ്ക്കാൻ. പക്ഷെ നമ്മൾ മോണ്ടിസോറി സ്കൂളിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ, അതിന്റെ രീതികൾ എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുപോയി. അപ്പൊ അങ്ങനെ പറഞ്ഞുപോയി പിന്നെ മോണ്ടിസോറി സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തു. അല്ലാതെ നമുക്ക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അടുത്തുള്ള ഒരു മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കണ്ട കാഴ്ചകളെല്ലാം നമ്മുടെ മെമ്മറിയിലുണ്ട്. ആ ഇമേജസ് അത് നമ്മുടെ മെന്റൽ കേപ്പബിലിറ്റിയാണ്. ആ ഇമേജസ് മനസ്സിൽ സൂക്ഷിക്കുക. അത് വെച്ചിട്ട് ഒരു ലേ ഔട്ട് അങ്ങ് വരച്ചു, എല്ലാവരും തന്നെ ചെയ്തു. അപ്പൊ അത് ആണ് ഇപ്പൊ ഇത്രയും ഏജ് ആയിട്ട് നമ്മളത് ചെയ്തു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരിക്കും. അവർക്ക് കാണുന്ന ഇമേജുകളെല്ലാം അവരിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്കൂളുകളിൽ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ പോസ്റ്റർ ഡിസൈനിങ്, പിന്നെ ഡ്രോയിങ്, അങ്ങനെയൊക്കെ കോമ്പറ്റീഷൻസ് വെക്കും അല്ലെ. നമുക്ക് നേരത്തെ അറിയില്ല ടോപ്പിക് എന്താന്ന്. അത് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് പ്രിപ്പറേഷനുള്ള ഒരു സമയം കൂടെ വെച്ചിട്ടായിരിക്കും അവർ ടോപ്പിക് പറയുന്നത്. കുട്ടികളത് എന്ത് ഭംഗിയായിട്ട് വരയ്ക്കുന്നത്, അത് അവരുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റിയുടെ ആ ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. ആ ഒരു ടോപ്പിക് ഇപ്പൊ വനനശീകരണം, അതിന്റെ ടോപ്പിക്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇമാജിനേഷനിൽ പല കാര്യങ്ങളായിരിക്കും. അവരതൊക്കെ വെച്ചിട്ട് അത് വരയ്ക്കും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് വെച്ചു. കുട്ടികൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം, റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവരുടെ ഗ്രോത്ത്, അവർ ഡെവലപ്മെന്റ് മെച്യൂരിറ്റിയിലേക്ക് പോവുകയുള്ളൂ. ഈ ഇമാജിനേഷൻ സെൻസറി ബേസിസിലായിരിക്കും. സെൻസറി എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ അവർക്ക് കോൺക്രീറ്റ് ഐഡിയാസേ അവർക്ക് പിടികിട്ടുള്ളൂ. തൊട്ടു നോക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അങ്ങനെയുള്ളതൊക്കെ ആണ് അവർക്ക് പിടികിട്ടുള്ളൂ. അപ്പൊ അത് ആ സെൻസറി ബേസിസ് ആണല്ലോ, തൊട്ടു നോക്കുക, കാണുക, കേൾക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത് ഇവരുടെ ഫൗണ്ടേഷൻ ആണ്. ആ ഒരു ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവരുടെ പിന്നീടുള്ള പെർഫോമൻസിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാറും. ചുറ്റുപാടും കാണുന്ന പലതും അവരുടെ ഓർമ്മയിൽ ഉണ്ടാകും. അതെല്ലാം വെച്ചിട്ട് അവർ ഇമാജിനേഷൻ ചെയ്യും. അവർ ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. പടം വരയ്ക്കാനൊക്കെ പറയുമ്പോഴേക്കും അവരുടെ മനസ്സിൽ എന്തെങ്കിലും അവർ കണ്ട ഒരു ഇമേജ് ഒക്കെ ഉണ്ടാവും. അത് വെച്ച് പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കുന്ന കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ വൈവ ചെയ്യാൻ നേരത്ത് ഒരു ട്രെയിനിയെ വൈവ ചെയ്തപ്പോ വർക്ക് ചെയ്യാണെന്ന് വെച്ചപ്പോ പറഞ്ഞു വർക്ക് ചെയ്യുവാണ്, വർഷങ്ങളായിട്ട് ഒരു ട്യൂഷൻ സെന്ററിൽ 2 ട്യൂഷൻ സെന്ററിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന്. ട്യൂഷൻ എടുക്കുന്നപ്പോ ഞാൻ ചോദിച്ചു ഈ മെത്തേഡ് അറിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ കുട്ടികൾക്കും പാരന്റ്സിനും എന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. കേട്ടപ്പോ സന്തോഷമായി. പിന്നെ ഞാൻ ചോദിച്ചു ലൈഫില് ഏറ്റവും ഓർമ്മയില് പെട്ടെന്ന് ഓർക്കുമ്പോ ഒരു ടീച്ചർ, വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു ടീച്ചർ ഏതാന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ മറുപടി അവരുടെ മകനെ പഠിപ്പിച്ച ഒരു പ്രീ സ്കൂൾ ടീച്ചർ, KG എന്തോ പഠിപ്പിച്ചൊരു ടീച്ചറെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാൻ ചോദിച്ചു ടീച്ചർ എത്ര ഓർക്കാൻ ഇഷ്ടപ്പെടാൻ എന്താ കാരണം ചോദിച്ചിട്ടാണ് പറഞ്ഞത് ഇവരുടെ മകൻ
പടം വരയ്ക്കുന്ന കണ്ടു, മനസ്സിലാക്കിയത് ആ ടീച്ചറാണ്. ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല. ടീച്ചർ പ്രത്യേക രീതിയിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തു. കുട്ടിയെ ജനലിന്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ജനൽ ഓപ്പൺ ആയിരുന്നു, പുറത്തേക്ക് നോക്കിയിട്ട് കാണുന്ന കാഴ്ചകൾ വരയ്ക്കാൻ പറഞ്ഞു. അവന് ഇങ്ങനെ വരച്ച് വന്നപ്പം ഈ ജനലിന്റെ പാളികളും അവൻ അതിൽ വരച്ചു. അവൻ കണ്ടത് മുഴുവനും അതിനകത്ത് ഒപ്പിവെച്ചു ആ ഒരു പേപ്പറിൽ. അപ്പൊ അവന്റെ ആ ഒരു ഇമാജിനേഷൻ, അവൻ ആ ജനലിന്റെ പുറത്ത് കണ്ടത് മാത്രമല്ല, അവൻ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോ കണ്ട ആ ജനലിന്റെ പാളി ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പിക്ചർ, ഒരു ജനലിലൂടെ കാണുന്ന ഒരു കാഴ്ച. അവന്റെ ഒരു പെർസെപ്ഷൻ അതായിരുന്നു. വേറെ ഒരു കുട്ടിയോട് പറയുവാണെങ്കിൽ പുറത്ത് കാണുന്ന കാഴ്ചയായിരിക്കും അവൻ ചിലപ്പോൾ വരയ്ക്കും. മനസ്സിലായി, അവൻ കാണുന്നതെല്ലാം അങ്ങനെ മനസ്സിലേക്ക് ഒപ്പിയെടുത്തിട്ട് അത് പേപ്പറിലേക്ക് വരച്ചു കാണിച്ചു. അങ്ങനെ അവനിപ്പോ ഭയങ്കര ഫേമസ് ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് നല്ലപോലെ വരയ്ക്കും. ഓക്കെ, ഇപ്പൊ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യണം, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. കുട്ടിയുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. അത് ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിക്കണം, മാത്രം ഒന്ന് വായിക്കാമോ? വരെ GH വരെയുള്ളത് ഞാൻ വായിക്കട്ടെ മിസ്? Yes, please. Dr. Montessori says, തൊട്ടിട്ടല്ലേ? Dr. Montessori says imagination can have only. വായിച്ചു ആ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ലേ ഏതൊരു H വരെ? Okay. To develop child's imagination, he should be provided with lot of experience with the real things. Concrete manipulation with a concrete object. Read real stories to children. Freedom changes to connect with nature. Sensorial education as indirect preparation for later learning thought, imagination and abstraction. Truly and reality. Cosmic assist to the culture subject. Response to the child's needs for knowledge and truth. Thank you, Miss. ഓക്കെ, കുട്ടിയുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ഓൾറെഡി മറിയ മോണ്ടിസോറി പറഞ്ഞു. കുട്ടിയെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുക, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, ട്രൂത്ത് ഫാക്റ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. റിയൽ തിങ്സുമായിട്ടുള്ള ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുക. മോണ്ടിസോറി അവർ ഡിസൈൻ ചെയ്ത സ്കൂളിൽ അതിലെ എൻവയോൺമെന്റിൽ അങ്ങനെയാണ്. കോൺക്രീറ്റ് മാനിപ്പുലേഷൻ വിത്ത് കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. നമ്മൾ പറഞ്ഞു ചെറിയ ഏജിലുള്ള കുട്ടികൾക്ക് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് മാത്രമേ മനസ്സിലാവുള്ളൂ. അവരോട് ആലോചിക്ക്, ഇമാജിൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടില്ല. അസ്യൂം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. റിയൽ സ്റ്റോറീസ് ഹീറോസിന്റെ നടന്ന സംഭവങ്ങൾ അങ്ങനെയുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും പ്രൊവൈഡ് ചെയ്യാം. സെൻസോറിയൽ എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു എൻവയോൺമെന്റിൽ ലേൺ ചെയ്യട്ടെ. അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ. കാരണം പിന്നീട് അവര് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ലേണിംഗിലേക്ക് അവർ വരും അല്ലെ. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വരുമ്പോൾ അബ്സ്ട്രാക്ട് ലേണിംഗ് വരും. അവർക്ക് അസംഷൻ അതൊക്കെ മനസ്സിലാകും, അസ്യൂം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാത്സില് ലൈക്ക് എന്താ പറയാ, ഒരു നമ്പറിനോട് 0 ആഡ് ചെയ്ത് അല്ലെ എന്തായിരിക്കും ആൻസർ. അപ്പൊ അവർക്ക് അത് അറിയാം. 0 ആഡ് ചെയ്താൽ നത്തിങ് വിൽ ഹാപ്പൻ, ചേഞ്ചസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും. 0 സബ്സ്ട്രാക്ട് ചെയ്താലും 0 അങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ അവർക്ക് കിട്ടും. ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് ആ രീതിയിലുള്ളതെല്ലാം അവർക്ക് കിട്ടും. ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ മറിയ മോണ്ടിസോറി എപ്പോഴും പറയുന്നത് ട്രൂത്ത്, കുട്ടികളെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങള്, ഫാന്റസി അങ്ങനെയുള്ളതുമായിട്ടൊന്നും കണക്ട് ചെയ്യരുത്. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ ആ ഒരു ട്രൂത്ത് റിയാലിറ്റിയുമായിട്ടുള്ളത് കൊടുക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഫാന്റസി വേൾഡിലേക്ക് പോകും. പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പക്ഷെ ഫാന്റസി കഥകളായിരുന്നു കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. സിൻഡ്രല്ല, സ്നോ വൈറ്റ്, ആലിസ് ഇൻ വണ്ടർലാൻഡ് അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ മേ ബി നിങ്ങൾ ആലോചിച്ച ഓർമ്മയുണ്ടാവുമായിരിക്കും.
നമ്മൾ അതിലെ ക്യാരക്ടറായിട്ട് മാറുന്നതും നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നതായിട്ടൊക്കെ നമ്മളുടെ പിന്നെ ഇമാജിനേഷനും നമ്മൾ പിന്നെ ഇടയ്ക്ക് ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത് പറയാൻ സോറി പറയണത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. റിയൽ സ്റ്റോറീസും റിയൽ ആയിട്ടുള്ള പിന്നെ എന്തെങ്കിലും പ്ലേ ഇത് വൺ ആക്ട് പ്ലേ അല്ലെങ്കിൽ റോൾ പ്ലേ ഒക്കെ ചെയ്യിക്കുമ്പോൾ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ടീച്ചറും കുട്ടിയും അച്ഛൻ അമ്മ സിബ്ലിങ്സ് ആ ഒരു രീതിയിൽ പിന്നെ ഡോക്ടറും പേഷ്യന്റും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ റിയൽ കുട്ടി കാണുന്ന കാര്യങ്ങളാണ്. അവന്റെ ആ ചുറ്റുപാടും സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാറുള്ളത്. Cosmic access to the cultural subject responds to the child's need for knowledge and truth. കോസ്മിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ യൂണിവേഴ്സ് അതല്ലാതെ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും കൂടെ വരുന്നതാണ് കോസ്മിക് എന്ന് പറയുന്നത്. അപ്പോ കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ആ ഒരു ചെറിയൊരു ലോകം മാത്രമല്ലേ അവർ കാണുന്നത്. കുട്ടിയുടെ നീഡ് അനുസരിച്ച് അവന്റെ നോളജും ട്രൂത്തും അനുസരിച്ച് അവനെ കൂടുതൽ കണക്ട് ചെയ്യുക, കൂടുതൽ കൂടുതൽ വൈഡ് ആക്കുക. ബിഗ് ലാർജ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ഉണ്ട് കോസ്മിക്കിന്. അപ്പോ അവന്റെ നീഡ്സ് അനുസരിച്ച് അവനിലേക്ക് നോളജും ട്രൂത്തും എത്തിക്കേണ്ടതിനനുസരിച്ച് അത് കൂടുതൽ വൈഡ് ആക്കുക. ആദ്യമൊക്കെ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചുകൂടെ അവർ വലുതാകുമ്പോൾ ആ ഒരു നോളജ് നമ്മൾ കൂടുതൽ വൈഡ് ആക്കും. ഓക്കെ, ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയിൽ കുട്ടി ഒരു 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓരോ സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. 5 സ്റ്റേജസും ഒന്ന് വായിക്കാമോ? പിന്നെ ഒരു ടേബിളാണ് നമുക്കുള്ളത്. ടേബിൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. മിസ്സേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനുഭവം ഉള്ള കാര്യം സ്റ്റുഡൻസും കൂടി കേൾക്കാനാണ്. എന്റെ മോൻ ഇതുപോലെ നമ്മളിപ്പോ ഇപ്പൊ പഠിക്കുമ്പോഴാണ് കുട്ടികളുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാവണം. എന്റെ മോൻ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു. ഇപ്പൊ ഈ മിസ്സിന്റെ ഒരു അനുഭവം പറഞ്ഞല്ലോ, ഒരു വൈവ ചെയ്തപ്പോ ഒരു കുട്ടിയായിട്ടുള്ള. അപ്പൊ അതുപോലെ എനിക്കും എന്റെ മോൻ ഇതുപോലെ പഠിക്കാതിരുന്ന ആളുമായിരുന്നു. പിന്നെ ഡ്രോയിങ്ങിലൂടെയാണ് അവൻ മാറ്റങ്ങൾ വന്നത്. എന്നാലും ഡ്രോയിങ് കൂടുതൽ പഠിപ്പിച്ച് കോമ്പറ്റീഷനെ കൊണ്ടുപോകും. എന്നാലും പഠിക്കൊന്നുമില്ല. 2 CBSE സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ചു, പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് ചേർത്ത് അവിടെ നാടകത്തിനും എല്ലാ കൊറിയോഗ്രാഫറൊക്കെ ചെയ്ത് അവിടെ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിക്കാനൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പഠിച്ച് ഇപ്പൊ ബിടെക് കഴിഞ്ഞു വലിയ കുട്ടിയായി. അപ്പൊ എനിക്ക് പറയാനുള്ള സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പറയാനുള്ള, അവർക്ക് ചെറിയ കുട്ടികളാണല്ലോ എല്ലാവർക്കും. എല്ലാവരും കുട്ടികൾ പഠിക്കില്ല എന്നുള്ള ഒരു ഭയങ്കര ഒരു വിഷയമാണ് എല്ലാവർക്കും. പക്ഷെ അവരിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിലൂടെ അവരെ പ്രോത്സാഹിപ്പിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് നല്ലൊരു ലെവലിലേക്കായി തീരുമെന്ന് ഞാനിങ്ങനെ പറയുന്നതിന് കുട്ടികളുടെ അടുത്ത് നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റൂലേ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. വൈകിട്ടൊന്നുമില്ല, പല കാര്യങ്ങളും നമ്മൾക്ക് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആ 5 സ്റ്റേജസ് ഒന്ന് വായിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേബിൾ നോക്കാം, ടേബിൾ ഡിസ്കസ് ചെയ്യാം. യെസ്, ഞാൻ വായിക്കാം. The child will go through 5 stages in the process. The first stage is when the child is absorbing the surroundings. He takes in all that is around him and it becomes a part of him. Second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentations must be clear and consistent and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as ഓക്കെ. സോ കുട്ടി 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു ഈ ഒരു പ്രോസസ്സിൽ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ചുറ്റും കാണുന്നതെല്ലാം കുട്ടി അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ അബ്സോർബൻ മൈൻഡ് ആണ്. അത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്ലീറ്റ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കാണുന്നതെല്ലാം.
പിന്നെ ആ ഒരു സറൗണ്ടിങ്സിന്റെ ഭാഗമായിട്ട് അവൻ മാറുകയാണ്. ഞാൻ ഇത് വേറെയല്ല, ഞാൻ ഇതിന്റെ ഭാഗമാണ്, ആ ഒരു എൻവയോൺമെന്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കും. അത് സ്കൂളുകളിൽ പുതിയതായിട്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും അവര് പിന്നെ അതിന്റെ പാർട്ടായി മാറുന്നില്ല. സെയിം തന്നെ അവര് ഇന്ററാക്ട് ചെയ്യുന്ന, അവര് കണക്ട് ചെയ്യുന്ന എൻവയോൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം അവരാദ്യം മനസ്സിലാക്കുന്നു. പിന്നെ അവര് അറിയാം ഞാനും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജ് കാണുന്നതെല്ലാം, ആ കാണുന്ന ഇൻഫർമേഷൻസ് എല്ലാം എടുക്കും. ആ കിട്ടുന്ന ഇൻഫർമേഷൻസിന് ഒരു ഓർഡറിൽ വെക്കും. അതിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ടോയ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. ടോയ് ഓൺ ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നു, അതിനുശേഷം അത് ഓഫ് ആവുന്നു. അപ്പൊ ആ ഒരു ഓർഡർ കുട്ടിയുടെ മനസ്സിലേക്ക് വരുമല്ലോ. അതുപോലെ തന്നെയാണ് കാണുന്ന എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഓർഡർ മനസ്സിലാക്കും. അത് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴോ അങ്ങനെയാണ് അവരാദ്യം ചെയ്തൊക്കെ നോക്കും. നമ്മൾ ആദ്യം അവരെ കാണിച്ചു കൊടുക്കൂട്ടോ. ഒരു പ്രാവശ്യം കണ്ടാലൊന്നും ഒരു വർഷം അവർ ചെയ്യുമ്പോൾ അതേ ഓർഡറിൽ തന്നെ അവർ ചെയ്യണമെന്നില്ല. അവര് ചെയ്യും, ശരിയാവുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഓർഡർ അവർക്ക് കിട്ടുന്നു. ഓർഡർ കിട്ടി കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷൻ, നമ്മൾ പ്രസന്റ് ചെയ്യുമല്ലോ ഒരു മെറ്റീരിയൽ. ആദ്യമായിട്ട് ആ മെറ്റീരിയൽ ചെയ്യാൻ പോകുന്ന കുട്ടിയുടെ മുന്നിൽ നമ്മളത് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഡെമോ, നമ്മുടെ ആ പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ക്ലിയർ ആയിരിക്കണം. കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് പ്രസന്റ് ചെയ്യരുത്. അപ്പൊ അതിൽ നിന്നാണ് അവൻ ആ ഒരു ഐഡിയ കിട്ടുന്നത്, അവൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് പിന്നെ ഒരു ഓർഡർ ആവുന്നതും. അപ്പൊ അത് ചെയ്ത് ആ അതുമായിട്ട് ഫെമിലിയർ ആയി കഴിയുമ്പോൾ അവനത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും, റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യും, പുതിയ രീതിയിൽ അത് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും. പോസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ഇമാജിനേഷനും ആ മെറ്റീരിയൽസുമായിട്ടുള്ള എല്ലാം കണക്ട് ചെയ്തും സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്തു ഇമാജിനേഷനിൽ പല കാര്യങ്ങളും ചെയ്യും. നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. കുട്ടികൾ ആദ്യം കുറച്ചു നേരമൊക്കെ അതുപോലെയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ അവരുടെ രീതിയിലായിരിക്കും ആ ടോയ്സ് ഉപയോഗിച്ച് അവർ കളിക്കുന്നത്. അവരുടെ ഇമാജിനേഷൻ അവർക്കത് വേറെ ഒരു രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യുന്നു, അങ്ങനെ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഓരോന്ന് ചെയ്യുന്നു. കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് ഇരുന്നുകൊണ്ട് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരും. ഈ ഒരു ക്രിയേറ്റിവിറ്റി ക്ലാസ് റൂമില് നമ്മൾ പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം മുഴുവനും ഒരു സ്കൂളിലാണ്. വീട്ടിലധികം ആക്റ്റീവ് ആകുന്ന ടൈം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് സർട്ടൺ ഏരിയാസ് ഇവരെ ആക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിന്റെ സർട്ടൺ ഏരിയയും ഏതാണെന്നുള്ളത് ടേബിളാണ്. ഫസ്റ്റ് നമുക്ക് ലേണിംഗ്, അതിന് വരുന്ന മെറ്റീരിയൽസ് ആ ഒരു രീതിയിലാണ് ടേബിള് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഏരിയ. നമ്മൾ പറഞ്ഞു കുട്ടി പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അവരുടെ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ വരുന്ന രീതി, അവരുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റ് വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരും. അതിന് പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ഏരിയ വേണം. ഇതില് സാധാരണ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കാര്യമാണ് പറയുന്നത്. കുറേ ബോക്സസ് ഉണ്ടാവും, അതിൽ നിറയെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. കുട്ടിക്ക് അവന്റെ ഇമാജിനേഷൻ യൂസ് ചെയ്തിട്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ച് കളർ പെൻസിലും കുറച്ച് പേപ്പറും കളർ പേപ്പറും കട്ട് ചെയ്യാനുള്ള സിസറും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ ഗ്ലൂവോ എന്തെങ്കിലും പൊട്ടിക്കാനും അങ്ങനെ എന്നിട്ട് ഒരു ബോക്സിലാക്കി വെച്ചേക്കുക. എന്ത് ചെയ്യണം എന്നൊന്നും പറയണ്ട, അവരെന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിക്കാണാം. അപ്പൊ അതാണ് കൺസ്ട്രക്ഷൻ ഏരിയയിൽ വരുന്നത്. നെക്സ്റ്റ് ടെക്നോളജി ഏരിയ. അവിടെ വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടായിരിക്കും. കുട്ടിക്കൊരു മോഡൽ ഉണ്ടാക്കാം, പേപ്പറിലോ അതിന് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. വുഡൻ പീസസ് ഒക്കെ ഉണ്ടല്ലോ, ഇലാസ്റ്റിക് ബാൻഡ് ഒക്കെ ഉണ്ട്, തമ്മിൽ ജോയിൻ ചെയ്യിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മോഡൽ ഉണ്ടാക്കുക. അതാണ് ടെക്നോളജി ഏരിയ. സയൻസ് ഏരിയ. സയൻസ് ഏരിയയില് വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും, സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടാവും, അങ്ങനെയുള്ള ഗാർഡൻ ഒക്കെ ഉണ്ടാവും സയൻസ് ഏരിയയിൽ. അപ്പൊ അവർക്ക് ചെടി നടുന്നതും ചെടിയുടെ റൂട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ചെടിക്ക് പൂവുണ്ടാകുന്നതും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിൽ കളിക്കുക, വാട്ടർ പ്ലേ ഏരിയ, സാൻഡ് പിറ്റ് ഏരിയ, മണ്ണ് കാലുകൊണ്ട് കുഴയ്ക്കുന്നതും മണ്ണിൽ
അവിടെ ചെടികൾ നടത്തുന്നതൊക്കെ അവരത് പഠിക്കും. നെക്സ്റ്റ് മാത്സ് ഏരിയയിൽ വരുന്നത് ബോർഡ് ഗെയിംസ് ആണ്. ബോർഡ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4ഉം സാധാരണ ഇപ്പൊ സ്കൂളുകളിൽ കുട്ടികൾ ചെയ്യുന്നത് ടേബിൾസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ആഡ് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അതിന് പകരം ഇവിടെ ഗെയിം പോലെയാണ്. ഈ 4 ഓപ്പറേഷൻസ് ചെയ്യാനും ബോർഡ്സ് ഉണ്ട്. അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്, സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഈ 4 ഓപ്പറേഷൻസ് ചെയ്യാനും ഇവർക്ക് ബോർഡ് ഉണ്ടായിരിക്കും. ആ ബോർഡ് യൂസ് ചെയ്ത ഒരു ഗെയിം പോലെയാണ് അവരിത് 4ഉം പഠിക്കുന്നത്. പിന്നെ എല്ലാ പാറ്റേൺസിന്റെയും ഷേപ്സ് ഉണ്ടാകും. അതായത് ഇപ്പോ ട്രയാങ്കിൾ, സ്ക്വയർ, അങ്ങനെ 2 ഡയമെൻഷനിലുള്ള ഷേപ്സ് ഉണ്ടാകും, 3 ഡയമെൻഷനൽ ഷേപ്പ് ഉണ്ടാകും, ക്യൂബ്, ക്യൂബോയിഡ്, പ്രിസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓവോയിഡ്, ഷേപ്പിൽ വരുന്ന ഓവോയിഡ് ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഷേപ്സും എല്ലാം ഈ ഒരു മാത്സ് ഏരിയയിൽ വരും. നെക്സ്റ്റ് ലാംഗ്വേജ് ഏരിയ ആണ്. ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് അവിടെ എന്താ റീഡിങ്, റൈറ്റിംഗ്, റൈറ്റിങ്ങിന് മുമ്പ് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കഥ പറയാനുള്ളത് ഉണ്ടായിരിക്കും. അത് വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് വരും. കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം. അന്ന് ഇവിടെ ടേപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്ന ആ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള റെക്കോർഡ് ചെയ്ത ടേപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ വേറെ ഗൂഗിൾ TV ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അന്നത്തെ ഒരു നോട്ടാണ്. അപ്പൊ നമ്മള് CD അന്നത്തെ CD അങ്ങനത്തെ പെൻഡ്രൈവിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറെ കഥകൾ കുട്ടികളെ കേൾപ്പിക്കാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ, ഫിംഗർ പെയിന്റിങ്, പേപ്പർ പ്രിന്റിങ്, അതുപോലെ തന്നെ കൊളാഷ് ഉണ്ടാക്കുക, ജങ്ക് ആർട്ട്, അങ്ങനെ ഉള്ള രീതിയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ ഉണ്ടാവും. മ്യൂസിക് ഏരിയ, പല രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ബ്രാക്കറ്റില് പെറ്റി ആൻഡ് ദ വൂൾഫ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു ഫേമസ് ഒരു സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം മ്യൂസിക് യൂസ് ചെയ്തിട്ട്. പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ഡ്രംസ്, വാട്ടർ, വെള്ളം, പല ബോട്ടിൽസ് വെച്ചിട്ട് സ്ട്രിങ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിഫറെന്റ് സൗണ്ട്സ് കേൾക്കുമല്ലോ വെള്ളത്തിന്റെ അളവിനനുസരിച്ച്. അത് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഒരു ജിം പോലുള്ള ഏരിയ ഉണ്ടാവും. അവിടെ ഗെയിംസും മൂവ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. മങ്കി ബാർ ഒക്കെ കാണും ചിലടത്ത്. മങ്കി ബാർ അറിയില്ലേ? പാർക്കിലൊക്കെ കാണില്ലേ കുട്ടികൾ ഇങ്ങനെ കയറി പോകുന്നത്? അത്. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾ പ്ലേ. അവര് റിയൽ ബേസ്ഡ് സിറ്റുവേഷൻസ് ഒക്കെ കൊടുക്കാം. മമ്മി ആൻഡ് പപ്പ, ഡോക്ടർ ആൻഡ് നഴ്സ്, ടീച്ചർ ആൻഡ് ചിൽഡ്രൻ. അതൊക്കെ ഒരു ഫാന്റസി അല്ലല്ലോ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ട് അവരോട് ഇമാജിനേറ്റീവ് പ്ലേ അങ്ങനെ അവരെ ചെയ്യിക്കാം. ഓക്കെ, അതായിരുന്നു ടേബിൾ. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീട്ടിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഏരിയയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? മാം, എൻ്റെ ഒരു ചേച്ചി ഇങ്ങനെയാ. ചേച്ചിയുടെ ഒരു 2 മക്കളാണ്, ട്വിൻസ് ആണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെയാ, മുകളിലെ 2ാമത്തെ നിലയിലെ ഒരു സ്പേസ് തന്നെ മക്കൾക്കുണ്ട്. ഈ സെയിം മാം ഈ ടേബിളിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് അവിടെ. കൂടുതലും അവർ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ഒരിക്കൽ ഇത് ഷെയർ ചെയ്തു, അശ്വതി മിസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. ചേച്ചി കറക്റ്റ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നതും മക്കളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുന്നതും എല്ലാം. കുറച്ചൊക്കെ ചേച്ചി വർക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് കാർഡ്ബോർഡിലും അങ്ങനെയൊക്കെ. പിന്നെ ഒരു 50% ചേച്ചി വാങ്ങുകയാണ് ചെയ്യുന്നത്. ഓരോ കൂടുതലും ബുക്സാണ്. ലൈബ്രറിയിൽ, മക്കളെ ലൈബ്രറിയിൽ മാം പറഞ്ഞ പോലെ കൊണ്ടുപോകും, ലൈബ്രറിയിലൊക്കെ കൊണ്ടുപോകും. പിന്നെ പുറത്തൊക്കെ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുത്തും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴത്തേക്കും സ്കൂളിൽ വർക്ക് പറഞ്ഞില്ലെങ്കിലും ആ ഡേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. കോൺവെർസേഷൻ ആയാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കോൺവെർസേഷൻ നടത്തും. പിന്നെ ക്ലേയിൽ വർക്ക് ചെയ്യും, വാട്ടർ കളർ യൂസ് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ അവർ ഇട്ടേന്ന് പറഞ്ഞാൽ ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് മുമ്പ്
അത് അവര് കളിയിലൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഗ്ലോബ് എടുത്ത് വെച്ച് ഇങ്ങനെ കളിക്കുന്നതാണ്. പക്ഷെ ചേച്ചി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല സത്യത്തില്. ചേച്ചി ട്രെയിൻ ചെയ്യിപ്പിച്ചോ? ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞാൽ കാർട്ടൂണിലെ കോൺവെർസേഷൻ മാതിരി ചേച്ചി ഓരോന്ന് പറഞ്ഞു കൊടുക്കും. കൂടുതലും മക്കളെ കൊണ്ട് കളി രൂപത്തിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നതെന്നാ ചേച്ചി പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്കില് മക്കള് ഗ്ലോബിലെ ഓരോ കൺട്രീസ് തൊട്ട് പറയാം. എനിക്ക് ഭയങ്കര അതുപോലെ മാപ്പ് എടുത്ത് വെച്ചിട്ട് മാപ്പ് വരയ്ക്കും. ഓരോ സ്റ്റേറ്റിന്റെ ആ ഒരു ഷേപ്പ് മക്കള് വരയ്ക്കും. കൂടുതലും അവരെപ്പോഴും അതിനെ സ്പേസിന് പറയുന്ന മിക്കി സ്കൂൾ എന്നാ പറയുന്നത്. അവര് സ്കൂൾ കഴിഞ്ഞ ആ ടൈം ആകുമ്പോൾ അവർ മുകളിലോട്ട് പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് ഹോളിഡേയ്സ് ഒക്കെ ഫുള്ളും അവിടെയാണ്. അവർ ഈ കാർട്ടൂൺ ഒന്നും കാണില്ല. അവർ കൂടുതലും ബുക്കാണ് വായിക്കുന്നത്. പിന്നെ ചേച്ചി ഈ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചേച്ചി പറയുന്നത്, ചേച്ചി പോയിട്ടുള്ള ചേച്ചി ന്യൂസ് റിപ്പോർട്ടറാണ്. ചേട്ടന് നമ്മളെ മലയാള മനോരമ പത്രത്തിലെ സ്പോർട്സ് എഡിറ്ററാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഷെയർ ചെയ്യുന്നു. ഈ ടേബിളൊക്കെ അതേപോലെയാ ചേച്ചി എല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയാണ്. അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. ഓരോ കബോർഡ് ആക്കിയിട്ട് ഓരോ മെറ്റീരിയൽസും എല്ലാം വെച്ച് നല്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, മക്കളൊക്കെ ഇപ്പോൾ എൻ്റെ മോള് 1ലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, അയ്യോ നേരത്തെ ഇത് അറിഞ്ഞു വെച്ചിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ഇപ്പം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, നേരെ UKG LKG പോവാതെ മോണ്ടിസോറി മെത്തേഡിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാൻ ഒരുപാടായി നമ്മുടെ 5th റെക്കോർഡ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓരോന്നും നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ അതിൽ കണ്ടന്റ് ഒക്കെ വായിക്കുമ്പോൾ ആലോചിക്കും, അങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, മക്കളെ അങ്ങനെ പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മളെ ഈ ഭാഗത്തോട്ടൊന്നും മോണ്ടിസോറി ടീച്ചർ ഇല്ല. CBSE സിലബസ് ആണ്. മോണ്ടിസോറി അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള സ്കൂളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക മോണ്ടിസോറി മെത്തേഡ് തന്നെ ഒരു KG സെക്ഷനിലെ ഒരു മോണ്ടിസോറി ടീച്ചർ തന്നെ എല്ലാ മക്കളെയും പഠിപ്പിച്ചാൽ എത്ര നന്നായിരിക്കും എന്നുള്ളതിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആഗ്രഹിക്കുക. ശരിയാ. നമുക്കത് ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും തോന്നി നമ്മുടെ കുട്ടികളെ നമുക്ക് ഇങ്ങനെ നോക്കായിരുന്നു. പക്ഷെ നമ്മുടെ ലിമിറ്റഡ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പം ആര്യയുടെ ചേച്ചി ചെയ്ത പോലെ തന്നെ അതുപോലെ നമുക്കൊരു ഏരിയ, നമുക്ക് പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കിത് ചെയ്തു വെക്കാം. കുട്ടികൾ ഒരിക്കലും ഡിജിറ്റൽ വേൾഡിന് ഇൻഫ്ലുവൻസിലേക്ക് പോവില്ല. കാർട്ടൂൺ പോലും കാണുന്നില്ല എന്നല്ലേ പറഞ്ഞത്. വായനയും എഴുത്തും വരയും ഒക്കെയാ, ക്രാഫ്റ്റ് ചെയ്യലും ഒക്കെയാണല്ലോ. ഓക്കെ, വെരി ഗുഡ്. TV കാണാൻ അവര് പോയിരിക്കില്ല. അവർക്ക് അവർ മിഡിലാണ്. അവരെ ലോകം എന്ന് പറയുന്നത് ആ സ്പേസ് ആണ്. ആ സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ മുമ്പൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ചേച്ചി മക്കൾക്ക് 1 വയസ്സുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ്. ചേച്ചി ഇങ്ങനെ ട്രൈ ചെയ്ത് ആ സ്പേസിൽ മക്കളെ എത്തിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മക്കൾ ഇറങ്ങിപ്പോവും. അവരവരുടേതായ കളിക്കാനായാലും TVയിലെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവരിറങ്ങിപ്പോവും, വേറെയും കുട്ടികളൊക്കെ കളിക്കും. പക്ഷെ അവിടെ വരുന്ന കുട്ടികളെയും കൂടെ ഈ സ്പേസിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് രസം. അവരെയും കൂടെ വിളിച്ചോണ്ട് പോകും. അത് കൊള്ളാം. എന്തായാലും എത്ര കുട്ടികളുണ്ട് ചേച്ചിക്ക്? 2 പേരോ? ഒരു മോനും ഒരു മോളും. ഇപ്പൊ UKGയിൽ പഠിക്കുക. പക്ഷെ ഈ ചേച്ചി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. അതായിരുന്നു സത്യം. മക്കൾക്ക് 1 വയസ്സുള്ളപ്പോഴേ ചേച്ചി വാങ്ങിക്കുന്ന ടോയ്സ് വരെയും അതുമായിട്ട് മക്കൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ടോയ്സ് ആണ് ചേച്ചി വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഞാനൊന്നും വാങ്ങിക്കുന്ന രീതിയിലുള്ള ടോയ്സ് ഒന്നും അല്ല. പക്ഷെ പുറത്തുനിന്ന് വേറെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ചേച്ചി എവിടെ പോയാലും അതിലെന്തെങ്കിലും മക്കൾക്ക് പഠിക്കാൻ കാണും. അങ്ങനെ ചേച്ചി ഇങ്ങനെ മക്കളെ പിറകെ ചേച്ചി നടന്നു മക്കളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ചില്ല. അതാണ് സത്യം. മക്കളെ ചേച്ചിയുടെ അതിൽ കൊണ്ടുവന്നു. മക്കൾക്ക് എല്ലാം അറിയാം. കാര്യം അത് ചേച്ചി ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് കൊണ്ടായിരിക്കാം. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിസ്സാരം കലണ്ടറിൽ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഡേ വന്നാൽ സ്കൂളിൽ വർക്കില്ലെങ്കിലും ചേച്ചി നൈറ്റൊക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചേച്ചി പറയുന്നത് പിറ്റേ പ്രാവശ്യം അത് വരുമ്പോൾ മക്കൾ പറയൂന്നാണ് പറയുന്നത് ചേച്ചി. പക്ഷെ ഇങ്ങനെ മക്കൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കും അറിയാം അങ്ങനെയാണ്. വെരി ഗുഡ്. ഓക്കെ, ആര്യയുടെ മോൻ അവിടെ പോകുമ്പോൾ അവിടെ കളിക്കാറുണ്ടോ?
ആ ഒരു സ്പേസില്? അതായത് എന്റെ വീടാണ് മാം, ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞാൻ. അപ്പൊ എന്റെ വീടിന്റെ അടുത്താണ് ആ ചേച്ചി. ചേച്ചി സത്യത്തില് ട്രിവാൻഡ്രത്തുള്ളതാണ്. മക്കളൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ നാട്ടിൻപുറത്ത് വന്നത്. ചേച്ചി യഥാർത്ഥത്തിൽ സിറ്റിയിലുള്ളതാണ് ചേച്ചി. ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ താമസിക്കുന്നുണ്ട്. പക്ഷെ മക്കളായപ്പോ ഇനി വന്നിട്ട് അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ആഗ്രഹം അതായിരുന്നു. പക്ഷെ ചേച്ചിയുടെ 2 മക്കളൊക്കെ ആയപ്പോ ട്വിൻസ് അല്ലേ, അപ്പൊ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ചേച്ചി ഇങ്ങനെ ആയിപ്പോയതാണ്. ചേച്ചി ഇവിടെ നിന്നാണ് വർക്ക് ചെയ്യാൻ അങ്ങ് പോകുന്നത്. ചേച്ചി ഭയങ്കര വർക്കാണ്. ചേച്ചി ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ചേച്ചി ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ചേച്ചി പറയുന്നത് 4 മണിയൊക്കെ ആവും. ചില ദിവസങ്ങളിൽ ഉറങ്ങാതെ ഉണ്ട്. മക്കൾക്ക് എന്തെങ്കിലും വർക്കും ചേച്ചി ഇങ്ങനെ എയിം ചെയ്യും. ഓരോ വീക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ആ റൂം ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഓരോ സ്ഥലം മാറ്റിയൊക്കെ വയ്ക്കുകയും അങ്ങനെ ഒരുപാട് ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ചേച്ചി എടുക്കുന്ന ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇതിന് പിന്നെ. അതിന്റെ റിസൾട്ടും എന്തായാലും നല്ലതായിരിക്കും. അതെ ഉണ്ട്. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതുപോലെ ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു ഏരിയയിലൂടെ കുട്ടികളെ കടന്നു പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് അതിന്റെ അറിവില്ലായ്മയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം. നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു ഏരിയ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്കൂള്, അവിടെ നമുക്ക് ഈ ഒരു ഫ്രീഡം കിട്ടണമെന്നില്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് അതും പറയാൻ പറ്റും. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. നമുക്കത് മുഴുവൻ എടുക്കാനായിട്ട് സമയമുണ്ട്. അപ്പൊ ഞാനത് പറയും. ഈ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ അതിനെ മീൻ ചെയ്യുന്നത്? നമുക്കറിയാലേ, നമ്മളുടേതായുള്ള കുറെ ട്രഡീഷൻസ്, നമ്മളുടെ റിലീജിയസ് ബിലീഫ്, അങ്ങനെ നമ്മൾ ചെറുപ്പം തുടങ്ങിയ നമ്മൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ അവരും ഇതെല്ലാം കണ്ടാണ് വളരുന്നത്. അപ്പൊ അവരിലേക്കും ആ ഒരു വാല്യൂസ് ചെയ്യും, ആ ഒരു സ്പിരിച്വൽ ലൈഫ്. പിന്നെ അതിലൂടെ ശരിക്കും അങ്ങനെ ഒരു ബിലീഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുള്ളപ്പോൾ നമ്മൾക്കറിയാം, ഞാൻ ഈ ലോകത്തിൽ എന്തിനാണ്, ഐ ആം ഫോർ സംതിങ്, ഏതോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചത്. എന്റെ ലൈഫ് പർപ്പസ്ഫുൾ ആകണം, മീനിങ് ആകണം, ആ ഒരു ഫീഡൊക്കെ വരും. ഇനി ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ അവർ വിശ്വസിക്കും എന്തോ ഒരു ഫോഴ്സ്, സംതിങ് ഈസ് കൺട്രോളിങ് ഓൾ, ഈ ഒരു പ്രപഞ്ചം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നെന്തായാലും അവർ ആക്സെപ്റ്റ് ചെയ്യും. അത് അവർ പറയും അല്ലെ? അപ്പൊ അങ്ങനെ, അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് അസ്തമിക്കുന്നു, നമുക്ക് മഴ കിട്ടുന്നു, പകല് നമുക്ക് വെളിച്ചം കിട്ടുന്നു, രാത്രിയാകുമ്പോൾ ഇരുട്ടാകുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, ഇതൊക്കെ മൂണിനെ കാണുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ പറയും സം ഫോഴ്സ് ഇസ് കൺട്രോളിങ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആണ്, ഒരു പർപ്പസ് ഉണ്ട് ഞാൻ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നത്. സോ ഐ ഹാവ് ടു ഡു സംതിങ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളൊരു ഫീല്, അതിന്റെ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ റിലീജിയസ് ബിലീഫ് അല്ലെങ്കിൽ ട്രഡീഷനിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നത് വാല്യൂസ് ആണ്. ഡെഫിനറ്റ്ലി അവർക്ക് വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ നിഷ്കളങ്കരായിട്ട് അവര് പെരുമാറുന്നതും, വളരെ പ്യുവർ സോൾസ്, എല്ലാവരോടും സ്നേഹം കാണിക്കുന്നതും, മുന്നിൽ അവരുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർ സ്നേഹം കാണിക്കുന്നത്, ആ ഒരു ലവ്, കെയർ, വാംത്ത് എല്ലാം അവരിൽ നിറയുന്നതിന് കാരണം അവർ വീട്ടിൽ നിന്നും ഒരു ഫോളോ ചെയ്തു പോകുന്ന ഈ ഒരു ബിലീഫ് ട്രഡീഷൻ തന്നെയാണ്. അതാണ് അവരുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് പലതുണ്ട്. ഒരു സോഷ്യലി ഇന്ററാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, ആ ഒരു എൻവയോൺമെന്റിൽ, ഇപ്പം ആര്യ പറഞ്ഞ പോലെ ആര്യയുടെ ചേച്ചി ഡിസൈൻ ചെയ്ത ആ ഒരു ഇതില് അവർക്ക് ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളെ കുട്ടികൾ വരുമ്പോൾ അവരെയും അങ്ങോട്ട് കൊണ്ടുപോകും. അവർക്ക് ആ ഒരു കെയർ, ആ കുട്ടികളോട് അവരോടുള്ള സ്നേഹം, ആ ഒരു റെസ്പെക്ട് കൊണ്ടാണ് മറ്റു കുട്ടികൾ വരുമ്പോൾ അവരങ്ങോട്ട് ആ ഏരിയയിലേക്ക് അവരെയും കൊണ്ട് പോകുന്നത്. കാരണം അവർ ആ കൺസ്ട്രക്റ്റീവ് ഏരിയയിൽ ഇരുന്ന് ഓരോന്ന് ചെയ്ത് അവർക്കത് പല കാര്യങ്ങളും അവർ ഇമാജിൻ ചെയ്യുന്നു, അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ മറ്റു കുട്ടികളെ കാണുമ്പോൾ അവർക്കും പ്രൊവൈഡ് ചെയ്യണം, അവരെയും കൊണ്ടുപോകണം, അവരെയുമായിട്ടും അവിടെ കളിക്കണം എന്നൊരു ഫീൽ തന്നെയല്ലേ. ആ ഒരു വാല്യൂസ്, അവരുടെ ആ ഒരു ഇമോഷൻസ്, ചുറ്റുപാടുമുള്ള ആളുകളോടും ആ ഒരു സറൗണ്ടിങ്സിനോടും ഒരിക്കലും ആ ഒരു ഏരിയ നശിപ്പിക്കില്ല. അവരവരുടെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യും. ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരിൽ വരുന്നത്. പിന്നെ അവരുടെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റിലാണ്. ഇവിടെ അഡൾട്ട്, പ്രായമായവര്, കെയർ ഗീവർ ആകാം, അമ്മയാകാം, അച്ഛനാകാം, ആരെ തന്നെയായാലും അഡൾട്ട് ആയിട്ടുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നല്ലപോലെ കെയറിങ് ആയിട്ട്, ലവിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം.
കുട്ടികൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അവരെ വഴക്ക് പറഞ്ഞ് അവരെ പണിഷ് ചെയ്യല്ല വേണ്ടത്. അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നല്ല കൊടുക്കേണ്ടത്. അവർ വളരെ സബ്മിസീവായിട്ട് അങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാകുമോ, അങ്ങനെ കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഇങ്ങനെ അവർക്ക് ഫീൽ ആകാത്ത രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ മെത്തേഡിലേക്ക് പോകാം. പിന്നെ മനസ്സിലാക്കണം, കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ സ്നേഹിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് ആ ഒരു സ്നേഹം പ്രൊവൈഡ് ചെയ്യണം. അവർ തിരിച്ചും അതുപോലെ തന്നെ സ്നേഹിക്കും. അങ്ങനെ ലവ്വിംഗ് ആയിട്ട് പെരുമാറുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ളവരുമായിട്ട് അട്രാക്റ്റഡ് ആവും. അതാണ് ചില ടീച്ചർമാരോട് നമ്മുടെ തന്നെ കുട്ടികൾ ചില ടീച്ചേഴ്സിനെ പറ്റി ഭയങ്കര കാര്യമായിട്ട് പറയില്ലേ, അതേസമയം അവരോട് എപ്പോഴും ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടുള്ള രീതിയിലാണെങ്കിൽ അത് അവരെ ഡിസ്ട്രോയ് ചെയ്യും. അവരുടെ മെന്റലി അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അത് കടൽസ് കെയർഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇത് വായിച്ചു നോക്കൂ. ഞാനിപ്പോ അതെല്ലാം ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, വായിച്ചു നോക്കൂ. പിന്നീടാണ് മറിയ മോണ്ടിസോറിയുടെ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് വരുന്നത്. മറിയ മോണ്ടിസോറി 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 സ്റ്റേജിനെ അഗെയിൻ 2 പീരീഡ്സ് ആയിട്ട് 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഒരു നോട്ട്ബുക്ക് കരുതുക, അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. മോണ്ടിസോറി പറഞ്ഞ ആ ഒരു 4 പീരീഡ്സ് അതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ മറിയ മോണ്ടിസോറിയെ പോലെ തന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് കോൺട്രിബ്യൂഷൻസ് തന്ന മറ്റ് സൈക്കോ അനാലിസ്റ്റുകളുണ്ട്, അവരുടെ ആഡ് ചെയ്യുക. നമ്മൾ ആ ഏജിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ അതും അതിനകത്തേക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay then. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.